നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരിൽ നിന്നും കുറച്ച് സാക്ഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അനന്തു പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് വഴി 3000 രൂപയുടെ ലോട്ടറി അടിച്ചുവെന്ന്. മറ്റു ചിലർ പറയുന്നു എക്സാം ഈസി ആയിരുന്നു, പരീക്ഷ എളുപ്പമായിരുന്നു എന്ന്. തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുപാട് സാക്ഷ്യങ്ങൾക്ക് സാക്ഷിയാകുവാൻ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളും ഇതിൽ പങ്കുകാരാവൂ. സംസാരിച്ച് സമയം കളയുന്നില്ല. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 17 കണ്ടിട്ട് വരാം. ഓ, നടക്കട്ടെ നടക്കട്ടെ. അടുത്തതായി ബിഗ് ബോസ് ഹൗസിൽ ചിരിക്കുടുക്കിയായി ജാൻമണി നേതൃത്വം കൊടുക്കുന്ന ചിരി ക്ലബാണ്. കണ്ടു നോക്കാം. കൂടി അപ്സര, ഇത് ചിരി തന്നെയാണ്. ഇത് വളയണില്ലല്ലോ ഭർത്താവ്. ചേട്ടന് വേറെ മൂഡിലല്ല, ഈ മൂഡിലായിരിക്കും. അതേതാ മൂഡ്? ഇവര് ചിരിക്കല്ലേ ചെയ്തത്, വേറെ എന്തൊക്കെ എക്സ്പ്രഷൻ ആണല്ലോ കാണിക്കുന്നത്. കഴിഞ്ഞു ഭാഗ്യം. അടുത്തടുത്ത് കിടക്കണം, ഒന്ന് മാറി കിടക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. രാവിലെ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചിക്ക് പരാതി പറയാണ്ട് എന്താ നോക്കാം. ജാസ്മിൻ വന്നില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, എന്നെ ബുദ്ധിമുട്ടിച്ചു. ഇന്നലെ ജാസ്മിനും ഗബ്രിക്കും അടുത്തടുത്ത് ബെഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശ്രീരേഖ ചേച്ചിനെ ഉറക്കത്തിൽ പോയി വിളിച്ചു. അതാണ് സംഭവം. ഞാൻ അവർക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്യാനല്ല വന്നത്, ഞാൻ ആ ടീമിലെ മെമ്പർ. അടിക്കുള്ള കോളല്ലേ നമ്മൾ ഈ കാണുന്നത്. കൂർക്കമ്പലി കാരണം ഇത് പറ്റില്ല. ഇന്നത്തെ വഴക്കിന്റെ റീസൺ ആണ് കൂർക്കം വലി. ജാസ്മിനും വലിക്കുന്നുണ്ട്, നമ്മൾ പറയാറില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയാം. അതെന്താ ജാസ്മിനെ അങ്ങനെ ഒരു എക്സ്പ്രഷൻ? ജാസ്മിൻ കൂർക്കം വലിക്കുന്നത് ജാസ്മിൻ എങ്ങനെ കേൾക്കാം? നോറ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലേഡീസിനെ കയറി സ്ത്രീയെ എന്നൊരു വാക്ക്, അതൊക്കെ വീട്ടിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ പ്രസിഡന്റ് ഞങ്ങളെ നടിമാരെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശ്രീരേഖ ചേച്ചി എന്നെ സ്ത്രീയെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തു. അയ്യോ, ഞാൻ വിളിച്ചിട്ടുണ്ട്, അവിടെ അതല്ലാതെ അയ്യോ, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അയ്യോ, നിങ്ങൾ ഇനി വിളിക്കില്ല. നമ്മുടെ ശ്രീരേഖ ചേച്ചിക്ക് ആകെ ഒരു എക്സ്പ്രഷൻ ഉള്ളൂ, അത് പുച്ഛമാണ്. എന്റെ ഉറക്കം കളഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അത് ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ബി ലൈക്ക് നിങ്ങളുടെ ഇതാണ്. രണ്ടുപേര് ഒരുമിച്ച് വന്നിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പൊ പറഞ്ഞു ജാസ്മിൻ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ, സാരമില്ല. ഫ്രസ്ട്രേഷൻ അടിക്കാൻ പറ്റിയ ഒരു കാര്യം. അതുകൊണ്ട് സമാധാനം, ഒരു പ്രശ്നം, ഒരു അടി ഉണ്ടാക്കണ റീസണാ കൂർക്കം വലിച്ചു പോലും. അവന് സംസാരിച്ചപ്പോ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല. ശ്രീരേഖ ചേച്ചി, പിന്നെ നിങ്ങളുടെ പുഷ്പിക്കൽ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആർക്കും കേൾക്കാം. അതിനർത്ഥം ഇവരെന്തോ മോശമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്നല്ലേ? ശ്രീരേഖ ചേച്ചി അത് പറയരുത്. അതുണ്ടെങ്കിൽ അല്ല അനലൈസ് ചെയ്യാൻ പറ്റൂ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അതെ, മെസ്സൊക്കെ ഞാൻ ജോലി എടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. മെസ്സ് ഫുഡ് കഴിക്കുന്ന സ്ഥലമല്ലേ. നീ മെസ് ചെയ്തോ? എല്ലാവരുടെ അടുത്തും മെസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരരുത്. ഒരു കോള് കൂടി വീട്ടിൽ നിന്ന് വരേണ്ട സമയമായി. കൂർക്കമ്പലി കേൾക്കും, വായിരിക്കുന്ന കേൾക്കും. എന്റെ പൊന്ന് ജാസ്മിനും ഗബ്രിനും അടുത്തടുത്തുള്ള ബെഡി കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബെഡി കിടന്നാൽ ഒരു പ്രശ്നം സോൾവ് ആയില്ലേ? സഹിച്ചു നിൽക്കാൻ പറ്റുന്നവർക്ക്, അല്ലാത്തവരൊക്കെ വീട്ടിൽ ഇരിക്കണം. അത് പോയിട്ട് പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. ശ്രീരേഖ ചേച്ചി പ്ലീസ്. ഇനി പവർ ടീമിന്റെ വിചാരണയാണ്, നമുക്ക് കണ്ടു നോക്കാം. അത് ഗബ്രിക്ക് ഇവിടെ ഒന്ന് കിടക്കണം, അപ്പൊ എനിക്കും കൂടെ കിടക്കാനുള്ള സൗകര്യം ഇപ്പുറത്ത് വേണം. അതിന് അപ്പോ ഞാൻ ഇവൻ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ കിടക്കണമെന്ന് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ഒന്ന് മാറി കിടക്കുന്നു. യമുന ചേച്ചി നല്ല കൂർക്കമ്പലിയുണ്ട്. അപ്പൊ യമുന ചേച്ചി നീയും എന്താ വലിക്കൂടി കൂർക്കാം. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ശ്രീരേഖ ചേച്ചിയുടെ നടുക്ക് കിടക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ്. ബൈ ദ ബൈ, ഇവര് പവർ റൂമിലായിരുന്ന സമയത്തും ഇവർ ആ റൂമിൽ തന്നെയല്ലേ കിടന്ന് ഉറങ്ങിയിരുന്നേ.
ഓ ആ ടൈമിൽ ഉറങ്ങാറില്ലല്ലേ, 1:30 വരെ എനിക്കൊക്കെ ഇരിക്കാറ് പതിവ്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ബുദ്ധിമുട്ടാവും ഞാൻ വിചാരിച്ചില്ല. ആ ശരി ജാസ്മിനെ, നന്നായിട്ട് ഉറങ്ങുന്നവരെ വിളിച്ചെണീപ്പിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്ത് കിടന്നിട്ട് ഇപ്പൊ ജാസ്മിന് ഉറങ്ങാൻ പറ്റിയായിരുന്നോ? ബെഡ്ഷീറ്റ് ഇട്ട് ഞാൻ പൊതച്ച് മൂടി ചെവിയിൽ എന്ത് ഞാൻ 2 ബെഡ്ഷീറ്റ് ഇട്ട് ഞാൻ കുറേ നേരം ഉറങ്ങിയില്ല. കുറെ നേരം ഉറങ്ങിണ്ടാവില്ല, ഗബ്രീനോട് സംസാരിച്ചിട്ടിരിക്കായിരിക്കുമല്ലോ. ഗബ്രിയുടെ അടുത്ത് വെച്ചിട്ട് ജാസ്മിൻ സംസാരിക്കാൻ ഞാൻ കേട്ടതാ. ജിൻഡോ ചേട്ടൻ പിന്നെ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലും പുള്ളി കേൾക്കും. ജാസ്മിൻ ഗബ്രീനോട് സംസാരിച്ച ജിൻഡോ ചേട്ടൻ കേട്ടു. നമുക്ക് കേട്ടിട്ട് വരാം. ഇക്ക ഞാൻ ഇവിടെ കൂർക്കം വലിച്ചിട്ടുണ്ടെങ്കിലും എനിക്കിന്ന് ആപ്റ്റായി നന്നായിട്ട് ഞാൻ ഉറങ്ങിയെന്ന്. ഗബ്രി പുതിയ ആളെല്ലാം കേട്ടാ ഒരു എക്സ്പ്രഷൻ തരാം. ജാസ്മിൻ ഗബ്രി ഇക്കാന്നല്ല, സോറി ഇക്കാന്നല്ല, ഗബ്രി പറഞ്ഞത് ഞാൻ കേട്ടത് എനിക്ക് പറയാമോ? ഈ ഗ്യാസ് ടീംസ് പിന്നെ തലമുക്കി വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഒരു കോള് വിളിക്കാനുള്ള സമയമായി. അതിനിപ്പോ യമുന ചേച്ചിക്ക് എന്താ പറയാണ്ട്? യമുന ചേച്ചി പറ ചേച്ചി. എത്രയോ ദിവസങ്ങളായി എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് BP തുടങ്ങിയത്. സ്വാഭാവികം, ഇവിടെ വന്നു കഴിയുമ്പോ ആർക്കാണെങ്കിലും BP തുടങ്ങും. ഇവരവിടെ വന്ന് പലപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ പോയി ഒന്ന് കിടക്ക്. ജാസ്മിൻ ഒരു ആവശ്യം ഉണ്ടായില്ല, നിങ്ങളൊന്ന് ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാതെ. അതാരാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുന്നുണ്ട്. ചേച്ചി നിങ്ങൾക്ക് അങ്ങനെ കൂർക്കമ്മലിയൊന്നും കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കണം. അത് പോയിട്ട് എന്ന് ചോദിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. നോറ, ഞാനൊരു ചെറിയ സീൻ ഉണ്ടാക്കിയിരിക്കാം. എത്രയോ പേര് എത്ര തവണ ഇന്ററപ്റ്റ് ചെയ്ത്, ഞാനും എപ്പോഴും ഇന്ററപ്റ്റ് ചെയ്യും. എനിക്ക് ഇത്ര പറയാനുള്ളൂ. ശ്രീജോ മനുഷ്യനോടെ താടി വരെ എടുത്തിരിക്കുമ്പോഴാ അവരെ കൂർക്കം വലിക്കും. ദേഷ്യം എനിക്ക് പല വട്ടം പറഞ്ഞിട്ടും അവിടെ എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്സരയ്ക്ക് തീർച്ചയായിട്ടും പണിഷ്മെന്റ് ഉണ്ട്. എനിക്കെന്താ പണിഷ്മെന്റ്? അയ്യോ അതിൽ എനിക്ക് പ്രശ്നമില്ല. രശ്മി ഒരു മിനിറ്റ് കാരണം ഈ റൂം ശരിയാക്കാൻ വേണ്ടി നമ്മളുടെ ഡ്യൂട്ടിയാണ്. ശരണ്യയുടെ റൂമിൽ പിന്നെയും പൊടി വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ജാൻമോണി ക്യാപ്റ്റൻ ആയിട്ടുള്ള ടീമാണ് അത് വൃത്തിയാക്കേണ്ടവർ ബെഡിൽ കിടന്ന് സൊള്ളുന്നു. ജാസ്മിൻ ഗബ്രീനെ വിളിച്ചപ്പോ ഗബ്രി ഞങ്ങളിവിടെ ക്ലീൻ ചെയ്തിട്ടില്ല. ഇതെന്താ അടിച്ചുമല്ലോ? അടിച്ചിട്ടുള്ള അവിടത്തെ കഴിഞ്ഞിട്ട് വേണ്ട അടിക്കാൻ. ജാസ്മിൻ ഞാനിവിടെ അടിച്ചായിരുന്നു ചെറുതായിട്ട്. നീ ഇതടിച്ചോ? ജാസ്മിൻ ഞാൻ അടിച്ച ശേഷം ഇവര് കൊണ്ടുവന്ന് പൊടിയിട്ടതാണെങ്കിലോ? ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് ഞാൻ അപ്സര അല്ല കള്ളം പറഞ്ഞിട്ട് അല്ല. എന്താ പറ്റി? ജാസ്മിനെ നീ ഇങ്ങനെ കരയണേ, ഞാൻ ചീത്ത പറഞ്ഞതല്ല. ഞാൻ കരി തുടച്ചതാ എന്റെ പൊന്നെ. ഞാൻ ഐലൈനർ കൊണ്ട് ഇങ്ങനെ തുടച്ചതാണ്, ഞാൻ കരയണമൊന്നുമില്ല. എന്റെ പൊന്നെ ജാൻമണി ശരി നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ ഒന്നും നുണ പറയാത്ത ആരില്ലാത്ത ഈ ലോകത്ത്. എന്തോ കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയാലും മോഹിച്ച പെണ്ണാലും ഞാൻ തട്ടിക്കളയും. ജിൻഡോ ചേട്ടൻ ചുമ്മാ ഞാൻ ഫ്രണ്ടിന്ന് പറയാറില്ല, മാറ്റി നിർത്തിയല്ലേ. 6 സത്യസന്ധന്മാരല്ല ഇവിടെ. അത് പോയില്ലേ? ഞാൻ നുണ പറയാറില്ല, അതിനാ ഏറ്റവും വലിയ നുണ. സിജോ ചേട്ടൻ നന്നായിട്ട് അറിയാം. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ബിഗ് ബോസ് ഇവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് നോറ അർജുനോട് സിജോനെ പറ്റി കുറ്റം പറയാണ്, കണ്ടോക്കാം. പക്ഷെ ചുമ്മാ ഡയലോഗ് അടിക്കുക ആളിവിടെ നിൽക്കുന്നത് എനിക്ക് പ്രശ്നമല്ല. ആ വയ്യാത്ത സമയത്ത് എനിക്കത് ഡ്രമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നോറയ്ക്ക് ബുദ്ധി ഉണ്ട്. അത് കഴിഞ്ഞ ഈ വീക്കിലെ ചലഞ്ച് ആയിരുന്നു ചലഞ്ച് 1 BB സർക്കസ്. അത്ഭുതങ്ങളുടെ അത്ഭുതം. ഈ സർക്കസ് കൂടാരത്തിലേക്ക് ഇന്നത്തെ ദിവസം 3 ടാസ്ക് ഉണ്ടാവും. അതിൽ ആദ്യത്തെ ടാസ്ക് 3 ടീമിൽ നിന്നും ഓരോരുത്തർ ഡാൻസ് കളിക്കാൻ വരണം. പാട്ടിടുമ്പോൾ ഓടി വന്ന് ഡാൻസ് കളിക്കാം. നമ്മൾ പണ്ട് കണ്ടു മറന്നിട്ടുള്ള അതേ സംഭവം തന്നെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പി. ഋഷി, നോറ, അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ചേച്ചി, ഇവർ 3 പേരുമാണ് ഡാൻസ് കളിക്കാൻ വേണ്ടി സെലക്ടഡ് ആയിട്ടുള്ളത്. ഋഷി അടിപൊളിയായിട്ട് കളിച്ചു, നോറ അടിപൊളിയായിട്ട് കളിച്ചു. ശ്രീരേഖ ചേച്ചിയുടെ ഡാൻസ് പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഋഷിയുടെ ടീമാണ്. അങ്ങനെ പവർ ടീമാണ് വിധി നിശ്ചയിച്ചത്. ഫസ്റ്റ് ഋഷിക്ക് കൊടുത്തു, സെക്കൻഡ് ശ്രീരേഖയ്ക്ക് കൊടുത്തു, തേർഡ് നോറയ്ക്ക് കൊടുത്തു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ചെല്ലാൻ നോക്കി. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീതു ബാത്റൂമിലേക്ക് പോയിരുന്നു. ശ്രീതുനെ പേടിപ്പിച്ച ഇവരെന്താ അവിടെ ഇരിക്കണേ? ഗബ്രി നീ അതിന്റെ ഇടയക്കോടെ വേണ്ടട്ടാ, ഒന്നും പറയണ്ട. അതേ ഇപ്പൊ അനൗൺസ്മെന്റ് ഒന്നും നമ്മുടെ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിരുന്ന ഗബ്രിനോട് സംസാരിക്കായിരുന്നു. ബിഗ് ബോസ് പൊക്കി.
എതിരാണ്. എന്നെ പറ്റിച്ച്. എന്റെ ചോദ്യം അതല്ല, ഇത്രയും നാള് ഇവർ അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നപ്പോ ബിഗ് ബോസിന്റെ വയറെന്താ പഴം കയറ്റി വെച്ചേക്കായിരുന്നു. വസ്ത്രങ്ങൾ, തൊപ്പി, ഷൂ എന്നിവയും മൂക്കുകളും വെച്ചിട്ടുണ്ടാകും. BB സർക്കസ് ചലഞ്ചിലെ സെക്കൻഡ് ടാസ്ക് ആയിരുന്നു കോമാളി ആയിട്ട് അവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് മൂക്ക് മുട്ടിക്കണം. ഇതിന് വേണ്ടിയിട്ട് ബസർ അടിക്കും. ബസർ അടിക്കുമ്പോൾ സെലക്ടഡ് ആയിട്ടുള്ള 3 പേരും അവിടെ ഇരിക്കുന്ന കോമാളിയുടെ ഡ്രസ്സൊക്കെ ഇടണം, തൊപ്പി വയ്ക്കണം, ഗ്ലൗസ് ഇടണം, ഷൂ ഇടണം. ഇതൊക്കെ ഇട്ട് റെഡി ആയ ശേഷം പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൂക്കിൽ ഒട്ടിക്കുന്ന സാധനം പോയി ഒട്ടിക്കണം. ഇതാണ് ടാസ്ക്. ടാസ്ക് ചെയ്യാൻ സെലക്ടഡ് ആയിട്ടുള്ളത് ശ്രീതു, ഗബ്രി, അർജുൻ. ഗബ്രി രശ്മിനോട് അടിച്ചോ രശ്മി ഓക്കെ. ശ്രീതു ഇത് നിങ്ങളുടെ മാനേജായിരുന്നല്ലേ. അപ്സര സോക്സ് ഇട്, ഷൂ ഇട്, ഗ്ലൗസ് ഇട്, ബ്ലൗസ് ഇട്, തൊപ്പി വെക്ക്, അത് വെക്ക്, ഞങ്ങൾ ചെയ്തോളാം. പാന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, മുണ്ട് മടക്കി കുത്തി അടിച്ച് കൊല്ലണം. കംപ്ലീറ്റഡ് അല്ലല്ല. ഓക്കെ എനിക്ക് ടീം കുറ്റം കണ്ടുപിടിക്കാണ്. ചിന്തോ ചേട്ടൻ എങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാണ്. ഗബ്രി ഇയാൾ എനിക്ക് തരാൻ പോണില്ല. ഇയാൾ എന്റെ കുറ്റം കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടാനുള്ള ഞാൻ ഇറങ്ങി പോവാൻ പോവാ. എന്നിട്ട് ചിന്തോ ചേട്ടൻ വിജയാരെന്നറിയണ്ടേ ഗബ്രി എനിക്കല്ല പുല്ല്. ഞാനാ ശരിക്കും. ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം അത് കഴിഞ്ഞ് നമ്മുടെ സിജോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളാണ് കാണിച്ചത്. അപ്പൊ ബിഗ് ബോസ് ഒരു ഡയലോഗ് പറഞ്ഞു, അത് എനിക്ക് എടുത്ത് പറയാൻ തോന്നി, അതുകൊണ്ടാണ് ഈ ഭാഗം ആഡ് ചെയ്യുന്നത്. കേട്ടോക്കാം. ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ സംരക്ഷണത്തിലായിരിക്കും. ഭയങ്കര സംരക്ഷണമാണ് ബിഗ് ബോസ് വീട്ടില്. മോന്തയുടെ ഷേപ്പ് കണ്ടില്ലേ? ഞാൻ എന്റെ റോക്കിബായി മുഖങ്ങൾ മാറുന്നു പറഞ്ഞപ്പോ ഇങ്ങനെ മാറുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജാൻമോണി ചേച്ചി ബാത്റൂമിൽ പോയിരുന്ന കരയാണ്. ഞാനാകെ ഒറ്റപ്പെട്ടു. അപ്പൊ അപ്സര തള്ളച്ചി മാട്രിമോണിയിൽ ഇറങ്ങത് കൊടുത്തേക്കുക. നീ എണ്ണടിക്കാൻ വന്നേക്കാണാ. ഒരാൾ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ കല്യാണം ആലോചിക്കാം. കിളവി 28 48 വിഷമിക്കുന്നില്ല. നീ പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിപ്പിക്ക്. ജാൻമോണി ഇന്ന് കോടി മണ്ടി 48 അല്ല എനിക്ക് 58. ചേച്ചിക്ക് പണിഷ്മെന്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞു എനിക്ക് അങ്കാണ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒരു സീൻ ഉണ്ടാക്കാണ്, നമുക്ക് കണ്ടുനോക്കാം. ഇപ്പോഴും പറഞ്ഞോ, ഞാൻ ചോദിക്കാം. അല്ല അവിടെ പോയി ചോദിക്കരുത്, ഇപ്പൊ ചോദിക്കരുത്. ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞു, അവിടെ പോയി ചോദിക്കില്ല. അല്ലല്ല, എന്താ ചേട്ടൻ ചോദിക്കും. എന്റെ പ്ലാൻ പൊളിച്ച് തള്ള. അല്ല ഞാൻ ചോദിച്ചു. ജിൻഡോ പണി പാളിയില്ല ദൈവമേ, എന്ത് ചെയ്യും? ഞാൻ ചേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം ഞാൻ പറഞ്ഞു. ഋഷി അർജുനോട് മിണ്ടാണ്ടിരിക്കും, പുള്ളിയോട് എന്താണിത് മിണ്ടല്ലേ നീ. ജിൻഡോ ചേട്ടൻ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അത് ലോക്കാട്ടാ. ജയിലിൽ കിടന്നപ്പോ രതീഷ് ചേട്ടനോട് ജിൻഡോ ചേട്ടൻ പറഞ്ഞ മാസ്റ്റർ പ്ലാൻ കേട്ടില്ലേ? കേട്ടാ അതിന്റെ അർത്ഥം എന്താ? ഗബ്രി ഞാൻ ഇടപെടണോ? ജാസ്മിൻ ഞാൻ ഇടപെടട്ടെ. മാത്രം എന്താ ഇങ്ങനെ അടിയോടടി. നീ ഇത്രയും സൗണ്ടിലാണ്, നീ ഇത്ര ഡിസ്റ്റൻസ് എല്ലാവരും സംസാരിക്കാറ്. ഞാൻ എത്ര ജാസ്മിന്റെ മകൻ നോക്ക്. ഞാനും പൊട്ടില്ലോ, എന്നെ ഞാനും പൊട്ടിച്ചോന്ന്. നീ എന്തേ പറയണേ? നിങ്ങൾ എന്തേ പറയണേ? ഞാൻ പറഞ്ഞ ഡയലോഗ് കോപ്പി അടിക്കണോടാ. നിങ്ങളുടെ മൊയന്താണോ? എനിക്ക് അർത്ഥം അറിയില്ല. അർത്ഥറിയാത്ത ഭാഷയിൽ തെറി പറയുന്നോടാ. സംസാരിക്കുന്നത് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ നീ വരയ്ക്കണ വരയില് നിക്കാൻ നിക്കണ ആളല്ലേ ഞാൻ. ഒന്ന് പോടി. നീ വരയ്ക്കണോട് നിക്കണത് ഞാൻ പോടാ പറഞ്ഞു. കണ്ടന്റ് ദാരിദ്ര്യം. ചേച്ചിയോട് സംസാരിക്കാൻ പോണേ. നമ്മളവിടെ ഒരു തീരുമാനം. അപ്സര എന്നാലും അടി ഉണ്ടാവുള്ളൂ, കണ്ടന്റ് വേണ്ടേ? എല്ലാം ഓക്കെ പ്ലീസ്. ജാൻമോണി കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് രശ്മി
ഈ സമയത്ത് പറയാൻ പാടില്ലെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്, നല്ല ഫുഡായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ബാത്റൂമാണോ അതോ റൂമാണോ എന്ന് തോന്നിപ്പോയി. അതാണ് ഈ ജാസ്മിനും ഗബ്രി അവിടെ നിന്ന് എനിക്ക് പോരാണ്ട് അവിടെ പോയിരിക്കണേ. റൗണ്ട് 3 സൈക്കിൾ സവാരി. അത് കഴിഞ്ഞ് ഇന്നത്തെ മൂന്നാമത്തെ ടാസ്ക് ആയിരുന്നു സൈക്കിൾ സവാരി. ആ കാണിച്ച ട്രാക്കിൽ കൂടെ സൈക്കിൾ ചവിട്ടണം. സൈക്കിൾ ചവിട്ടി ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫ്ലാഗ് എടുക്കണം. ഫസ്റ്റ് എടുക്കുന്ന ആൾക്ക് ഫസ്റ്റ്, സെക്കൻഡ് എടുക്കുന്ന ആൾക്ക് സെക്കൻഡ്, തേർഡ് എടുക്കുന്ന ആൾ തേർഡ്. ഋഷി ഞാനാണ് മര്യാദയ്ക്ക് ഓടിച്ചത്. ഇപ്പൊ ട്രാക്ക് തെറ്റിന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മാനമില്ല, കൊള്ളാടാ. കേറിയത് അവിടെ വന്നിട്ട് അങ്ങനെ ഫസ്റ്റ് എത്തിയ ഋഷിയെ ഡിസ്ക്വാളിഫൈ ആക്കി. ശരണ്യ ഫസ്റ്റ് അടിച്ചു, നമ്മുടെ ഗബ്രി സെക്കൻഡ് അടിച്ചു. സിജോ സർജറിക്ക് പോയത് കൊണ്ട് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ച അൻസിബയെ ക്യാപ്റ്റനായിട്ട് എടുത്തു. അതിപ്പോ ലാഭായല്ലോ. എന്തൊക്കെ പ്രശ്നം കഴിഞ്ഞാലും നോറ ബാത്റൂമിൽ പോയി നിന്ന് മിററിൽ നോക്കിയാണ് സംസാരിക്കുക. എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. ബിക്കോസ് അയാൾ പണിഷ്മെന്റ് പോയോ ഇപ്പോഴും എൻ്റെ പിന്നാലെ നടന്നിട്ട് കൈ കണ്ട പാത്രം കഴുകിയതാണ്. യമുനേച്ചിക്ക് പണിഷ്മെന്റ് കൊടുക്കണം പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് പാഷ്വാലിറ്റി കാണിക്കാം. ജിൻഡോ ജാസ്മിനോട് ഗബ്രീനോടും എന്തോ പറയാണ്. ഇപ്പൊ ജാസ്മിൻ ശരിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് പണിഷ്മെന്റ് കൊടുക്കാതിരിക്കാം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞേ. ഇങ്ങനെ പോലെ ചിലപ്പോൾ റെമോ ആയിരിക്കും, ചിലപ്പോൾ അമ്പി ആയിരിക്കും, ചിലപ്പം അന്യനായിരിക്കും. എനിക്ക് അയാൾ ഭയങ്കര ക്രൂക്കഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോറ ജിൻഡോ ക്ലാഷ് അഭിനയവും പ്രതിസന്ധി ഘട്ടം തരണം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റോക്കിയും സീജോ ഒക്കെ പോയത് ബിഗ് ബോസ് ഹൗസിനെ ബാധിക്കും. അത് പുറത്തുനിന്ന് കേട്ടു. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ബിഗ് ബോസ് ഹൗസിലെ ആളുകളോട് ബിഗ് ബോസ് ചോദിക്കുന്നതാണ് കേൾക്കുന്നത്. പലരായി മത്സരിച്ചിരുന്ന ചിലരുടെ അഭാവം വന്നിരിക്കുകയാണ്. അഫാവോ ആക്ച്വലി ഇവിടെ ഉള്ളവർക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് തോന്നുന്നു അത്രയും മുട്ടി നിൽക്കാനുള്ള ആളില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ മുട്ടി നിൽക്കാനുള്ള ആളുണ്ട്. സ്വന്തം നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് വന്ന് ഫ്രണ്ടിലേക്ക് പറയാനുള്ള ഒരു മനക്കരുത്തും അതിനെ അതിജീവിക്കാനുള്ള ധൈര്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ച സ്ഥിതിക്ക് നമുക്കൊന്നും എപ്പോഴും ഫൈറ്റിംഗ് ഇസ് നോട്ട് സൊല്യൂഷൻ. നമുക്ക് പുറത്തേക്ക് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്ട്രോങ് ആണ്, അതൊരു സത്യമാണ്. ഇവിടുന്ന് പോയ ആൾക്കാരെല്ലാം എന്റർടൈൻമെന്റ് ഫാക്ടർ ആയാലും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഇമോഷൻസും അതിജീവിച്ചു പോയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വന്നെന്ന് മാത്രം. അത് മാത്രമല്ല കണ്ടസ്റ്റൻസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അതിൽ ഒരാള് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടും ഭയങ്കര ഇവിടെ വന്നതിൽ ഇവിടെ ആരും വീക്കല്ല. ഓരോരുത്തരുടെ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന രീതികൾ വേറെ ആയിരിക്കും. പുലി പതുങ്ങുന്നത് കുതിക്കാനാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ആൾ ഇവിടുന്ന് ഗെയിം കളിക്കുകയും ചെയ്യും. ഈ ഷോ നമ്മൾ നല്ല പ്രൗഡായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഓരോ രീതിയിൽ ഒപ്പീനിയൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇനി വന്നിട്ട് വി ആർ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് ആണ് ഞങ്ങളെല്ലാം. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് ഡിസ്കസ് ചെയ്യാണ്. റോക്കിയും സിജോയും രതീഷും പോയ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. അവിടേക്ക് ഇനി ആര് വരും? ജിൻഡോ ആണോ, ജാസ്മിൻ ആണോ, ഗബ്രി ആണോ, അതോ നോറയാണോ, അതോ നമ്മുടെ ശ്രീതു ആണോ? കാത്തിരുന്ന് കാണുക ബിഗ് ബോസ് സീസൺ 6 റോസ്റ്റ്. ഏഷ്യാനെറ്റിലല്ല, നമ്മുടെ സ്വന്തം സെലക്ട് ടോക്സിൽ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.